Dear friends, welcome back to SLS Academy. Mission 42 ഡേയ്സിൻ്റെ ഭാഗമായിട്ട് ഡേ 16 എക്സാം ആണിത്. ഇവിടെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ SLS Academy ഒഫീഷ്യലും സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ആഡ് ചെയ്ത് മെസ്സേജ് ചെയ്യാം. ഇപ്പോൾ 16ാമത്തെ ടോപ്പിക് എക്സാമിൽ ഏതൊക്കെ ടോപ്പിക്കാണ് വരുന്നത് നമുക്ക് നോക്കാം. 17ാമത്തെ ടോപ്പിക് എക്സാമിൽ വരുന്നത് 16ാമത്തെ ടോപ്പിക് എക്സാമിൽ വരുന്നത് സാധാരണ പലിശ, അതുപോലെ തന്നെ ഡയറക്റ്റ് ഒബ്ജക്റ്റ്, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന ചോദ്യങ്ങൾ, ഭേദകം എന്ന ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ, ജി കെ ഭാഗത്തു നിന്ന് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സ്വദേശമാനി രാമകൃഷ്ണപിള്ള, കെ എളപ്പൻ, ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ, കുറുമ്പൻ ദൈവത്താൻ, അതുപോലെ തന്നെ സയൻസ് മേഖലയിൽ നിന്ന് ജന്തുലോകം എന്ന ഭാഗത്തു നിന്ന്, അതുപോലെ കറണ്ട് അഫയേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗത്തു നിന്നുള്ള 30 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോഴേ പറഞ്ഞിരുന്നു നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചായിരിക്കും ക്ലാസ്സിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ നിങ്ങൾ അഭിപ്രായപ്പെട്ടതിൻ്റെ രീതിയിലാണ് ഒരു ദിവസം ബ്രേക്ക് കൊടുത്തിട്ട് ക്ലാസ് വന്നത്. എന്നിട്ടും നിങ്ങളുടെ റെസ്പോൺസ് വളരെ കുറവാണ്. അപ്പോൾ അതനുസരിച്ച് എൻ്റെ കമ്മിറ്റ്മെൻറ്റും അതനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജന്മസ്ഥലം ഏത് എന്നാണ് ചോദ്യം. ഇപ്പോൾ ഒരു ജസ്റ്റ് ടൈം സെക്കൻഡ് ഡിലേ തരും. ആദ്യത്തെ എക്സാം എഴുതി ശ്രദ്ധിക്കുക, ആ ഒരു ടൈം സെക്കൻഡ് ഡിലേ തരും. എന്നിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകും. അങ്ങനെ 30 ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഉത്തരത്തിലേക്ക് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം, NSSൻ്റെ സ്ഥാപക പ്രസിഡന്റ് ആര്? മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് KPCC പ്രസിഡന്റ് ആര്? നാലാമത്തെ ചോദ്യം, മുക്കുത്തി സമരം നടന്ന സ്ഥലം ഏത്? അഞ്ചാമത്തെ ചോദ്യം, കുറുമ്പൻ ദൈവത്താൻ്റെ കുട്ടിക്കാല പേര് എന്തായിരുന്നു? ആറാമത്തെ ചോദ്യം, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ വീട്ടുപേര് എന്ത്? ഏഴാമത്തെ ചോദ്യം, കേരള നവോത്ഥാനത്തിൻ്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആര്? എട്ടാമത്തെ ചോദ്യം, പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് കെ എളപ്പൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം? ഒൻപതാമത്തെ ചോദ്യം, കെ എളപ്പൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷം? പത്താമത്തെ ചോദ്യം, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായ വർഷം? 11ാമത്തെ ചോദ്യം, കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആര്? 12ാമത്തെ ചോദ്യം, ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ ബോട്ട് യാത്രയ്ക്കിടെ വധിക്കപ്പെട്ട വർഷം? 13ാമത്തെ ചോദ്യം, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്? 14ാമത്തെ ചോദ്യം, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ വർഷം? 15ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിലെ ദുർഭരണത്തെ വിമർശിച്ച് രാമകൃഷ്ണപിള്ള എഴുതിയ കൃതി? 16ാമത്തെ ചോദ്യം, ചിത്രശലഭത്തിന്റെ സമാധിദശ ഏത്? 17ാമത്തെ ചോദ്യം, എട്ടുകാലിയുടെ ശ്വസനാവയവം ഏത്? 18ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ വാരിയലുകളുള്ള ജീവി? 19ാമത്തെ ചോദ്യം, പ്രസവിക്കുന്ന പാമ്പ്? 20ാമത്തെ ചോദ്യം, 200 കോടി കളക്ഷൻ നേടുന്ന മലയാളത്തിലെ ആദ്യ ചിത്രം? 21ാമത്തെ ചോദ്യം, ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് 2023 വേദിയാകുന്നത്? 22ാമത്തെ ചോദ്യം, ഇറ്റാലിയൻ ഓപ്പൺ 2019 ടെന്നീസ് പുരുഷ വിഭാഗം വിജയ്? 23ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ സാംഖ്യം ഭേദകമേത്? 24ാമത്തെ ചോദ്യം, ചേഞ്ച് ദ വോയിസ്, the fan is rotated by an engine? 25ാമത്തെ ചോദ്യം, ചേഞ്ച് ദ വോയിസ്, who can teach her music? 26ാമത്തെ ചോദ്യം, ആദ്യ വർഷം 5%, രണ്ടാം വർഷം 3%, മൂന്നാം വർഷം 2% പലിശ നിരക്കിൽ 25,000 രൂപയ്ക്ക് 3 വർഷത്തെ സാധാരണ പലിശ എന്ത്?
27ാമത്തെ ചോദ്യം 50,000 രൂപ സാധാരണ പലിശ പ്രകാരം 2 വർഷം കൊണ്ട് 60,000 രൂപയായി. പലിശ നിരക്ക് എത്ര? 28ാമത്തെ ചോദ്യം ഒരു തുക സാധാരണ പലിശ പ്രകാരം 5 വർഷം കൊണ്ട് ഇരട്ടിയായി. അത് മുടക്കുമുതലിന്റെ 10 ഇരട്ടിയാവാൻ എത്ര വർഷം വേണം? 29ാമത്തെ ചോദ്യം ഒരാൾ ഒരു തുക 10% സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ചാൽ എത്ര വർഷം കൊണ്ട് ഇരട്ടിയാകും? 30ാമത്തെ ചോദ്യം ഒരു തുക സാധാരണ പലിശ പ്രകാരം 40 വർഷം കൊണ്ട് മുടക്കുമുതലിന്റെ 9 ഇരട്ടി ആണെങ്കിൽ പലിശ നിരക്ക് എത്ര? ഓക്കെ, അപ്പോൾ നിങ്ങൾ 30 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതി കാണും. ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് ഉത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം സ്വദേശ് സോമാനി രാമകൃഷ്ണപിള്ളയുടെ ജന്മസ്ഥലം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, നെയ്യാറ്റിൻകര. രണ്ടാമത്തെ ചോദ്യം NSS സ്ഥാപക പ്രസിഡന്റ് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, കെ കേളപ്പൻ. മൂന്നാമത്തെ ചോദ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് KPCC പ്രസിഡന്റ് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, കെ കേളപ്പൻ. നാലാമത്തെ ചോദ്യം മുക്കുത്തി സമരം നടന്ന സ്ഥലം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പന്തളം. അഞ്ചാമത്തെ ചോദ്യം കുറുമ്പത്ത് ദൈവത്താൻ്റെ കുട്ടിക്കാല പേര് എന്തായിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, നടുവത്തമ്മൻ. ആറാമത്തെ ചോദ്യം സ്വദേശ് സോമാനി രാമകൃഷ്ണപിള്ളയുടെ വീട്ടുപേര് എന്ത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കൂടില്ല വീട്. ഏഴാമത്തെ ചോദ്യം കേരള നവോത്ഥാനത്തിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, ആറാട്ടുപുഴ വേലായുധ പണിക്കർ. എട്ടാമത്തെ ചോദ്യം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് കെ കേളപ്പൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, 1952. ഒൻപതാമത്തെ ചോദ്യം കെ കേളപ്പൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, 1990. പത്താമത്തെ ചോദ്യം സ്വദേശ് സോമാനി രാമകൃഷ്ണപിള്ള സ്വദേശ് സോമാനി പത്രത്തിൻ്റെ എഡിറ്ററായ വർഷം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, 1906. 11ാമത്തെ ചോദ്യം കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, കെ കേളപ്പൻ. 12ാമത്തെ ചോദ്യം ആറാട്ടുപുഴ വേലായുധ പണിക്കർ ബോട്ട് യാത്രക്കിടെ വധിക്കപ്പെട്ട വർഷം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1874. 13ാമത്തെ ചോദ്യം സ്വദേശ് സോമാനി രാമകൃഷ്ണപിള്ളയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, പയ്യാമ്പലം. 14ാമത്തെ ചോദ്യം സ്വദേശ് സോമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ വർഷം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, 1910. 15ാമത്തെ ചോദ്യം തിരുവിതാംകൂർ ദുർഭരണത്തിൽ വിമർശിച്ച രാമകൃഷ്ണപിള്ള എഴുതിയ കൃതി ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, നരകത്തിൽ നിന്ന്. 16ാമത്തെ ചോദ്യം ചിത്രശലഭത്തിൻ്റെ സമാധി ദശ ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പ്യൂപ്പ. 17ാമത്തെ ചോദ്യം എട്ടുകാലിയുടെ ശ്വസനാവയവം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ബുക്ക് ലെൻസ്. 18ാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ വാരിയലുകളുള്ള ജീവി ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, പാമ്പ്. അടുത്ത 19ാമത്തെ ചോദ്യം പ്രസവിക്കുന്ന പാമ്പ് എന്നറിയപ്പെടുന്ന ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, അണലി. 20ാമത്തെ ചോദ്യം 200 കോടി കളക്ഷൻ നേടുന്ന മലയാളത്തിലെ ആദ്യ ചിത്രം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, ലൂസിഫർ. 21ാമത്തെ ചോദ്യം ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റ് 2023 വേദിയാകുന്നത് എവിടെ എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ചൈന. 22ാമത്തെ ചോദ്യം ഇറ്റാലിയൻ ഓപ്പൺ 2019 ടെന്നീസ് പുരുഷ വിഭാഗം വിജയ് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, റാഫേൽ നദാൽ. 23ാമത്തെ ചോദ്യം താഴെ പറയുന്ന ഒരു സാഖ്യം ഭേദകം ഏത് എന്നാണ് ചോദ്യം. ഏതാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഒറ്റ മകൻ. ഓക്കെ, സാഖ്യം ഭേദകത്തിൻ്റെ പ്രത്യേകം നമ്മൾ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? സംഖ്യാരൂപത്തിൽ വരുന്ന ഭേദകമാണ് ഏത്, സാഖ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഒറ്റ, ഒന്ന് എന്നുള്ള രൂപത്തിലാണ് ഇത് വന്നിരിക്കുന്നത്, ഒറ്റ മകൻ. ഓക്കെ, അപ്പോൾ അത് സംഖ്യാരൂപത്തിൽ വന്നത്, അതുകൊണ്ടാണ് ഇത് ഒറ്റ മകൻ എന്ന് പറയുന്നത്. ഇത് ഉദാഹരണമായിട്ടുണ്ട് സാഖ്യ ഭേദകത്തിന് ഉദാഹരണമായിട്ട് 7 ഭേദകങ്ങളുണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അടുത്ത 24ാമത്തെ ചോദ്യം ചേഞ്ച് ദ വോയിസ് ദ ഫാൻ ഈസ് റൊട്ടേറ്റഡ് ബൈ ആൻ എൻജിൻ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഇതുവരെ ചെയ്തു പോകുന്നത് എന്തായിരുന്നു. ആക്റ്റീവ് വോയിസിൽ തന്നിട്ട് നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുന്നതാണ്. ഇവിടെ വന്നിട്ട് തിരിഞ്ഞിട്ടുണ്ട്. എന്ത് വ്യത്യാസം വന്നു? ചേഞ്ച് ദ വോയിസ് ദ ഫാൻ ഈസ് റൊട്ടേറ്റഡ് ബൈ ആൻ എൻജിൻ. ഇതെന്താ തന്നിരിക്കുന്നത്? പാസീവ് വോയിസിലാണ് തന്നിരിക്കുന്നത്. പാസീവ് വോയിസിൽ തന്നിരിക്കുക എന്തിലോട്ട് മാറ്റണം? നമ്മൾ ആക്റ്റീവ് വോയിസിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ ഇതെന്താ ഫാൻ ഈസ് റൊട്ടേറ്റഡ് ബൈ ആൻ എൻജിൻ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാണ്? ആൻ എൻജിനാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ ആൻ എൻജിൻ റൊട്ടേറ്റ്. ഇപ്പോൾ ഏതിലോട്ട് മാറി? സിമ്പിൾ പ്രസൻറ്റിലോട്ട്. റൊട്ടേറ്റ്സ് ദ ഫാൻ. ഓക്കെ, ആൻ എൻജിൻ റൊട്ടേറ്റ്സ് ദ ഫാൻ. ഓപ്ഷൻ എ ആണ് ഉത്തരം, ആൻ എൻജിൻ റൊട്ടേറ്റ്സ് ദ ഫാൻ. ക്ലിയർ ആണോ? അടുത്ത 25ാമത്തെ ചോദ്യം
ചേഞ്ച് ദ വോയിസ് ഹൂ ക്യാൻ ടീച്ച് ഹർ മ്യൂസിക്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു നിയമം പഠിച്ചതാണ്. എന്താണ് നിയമം പഠിച്ചത്? ഹൂവിന് ശേഷം എന്ത് വന്നാൽ? മോഡൽ ഓക്സിലറി വെർബ് വന്നാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? ബൈ ഊം പ്ലസ് മോഡൽ ഓക്സിലറി വെർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3 എന്ന് പഠിച്ചിട്ടുണ്ട്. ക്ലിയർ ആണോ? എന്താ പഠിച്ചത്? ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ബൈ ഊം പ്ലസ് മോഡൽ ഓക്സിലറി വെർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3 എന്ന് പഠിച്ചിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ എന്താണ് മോഡൽ ഓക്സിലറി? ഏതൊക്കെയാണ് മോഡൽ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്? ക്യാൻ, കുഡ്, വിൽ, വുഡ്, ഷാൾ, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഓട്ട് ടു. ഇതെല്ലാം എന്താണ്? മോഡൽ ഓക്സിലറി വെർബാണ്. ഓക്കെ. അപ്പോൾ എന്ത് മാറ്റം വരുത്തുമെന്ന് പറഞ്ഞു? ഹൂവിന് ശേഷം മോഡൽ ഓക്സിലറി വെർബ് വന്നാൽ ബൈ ഊം പ്ലസ് മോഡൽ ഓക്സിലറി വെർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3. അപ്പോൾ നോക്കാം ഏതാ ആൻസർ വരുന്നത്? ബൈ ഊം. ഓപ്ഷൻ എ ആണ് ഉത്തരം. ബൈ വൂം ക്യാൻ ഷീ ബി ടോക്ക് മ്യൂസിക്. ഓക്കെ. അപ്പോൾ ശ്രദ്ധിച്ചാണല്ലോ, ബൈ വൂം മോഡൽ ഓക്സിലറി വെർബ്. അപ്പോൾ ഹെർ എന്തായിട്ട് മാറി? ഷീ ആയിട്ട് മാറി. B3. ഓക്കെ. ക്ലിയർ ആണോ? B3 ക്ലിയർ. ഇപ്പം കിട്ടി കാണുമല്ലോ. ഓക്കെ. അടുത്ത 26 ചോദ്യം നോക്കുക. ആദ്യ വർഷം 5%, രണ്ടാം വർഷം 3%, മൂന്നാം വർഷം 2% പലിശ നിരക്ക് 25,000 രൂപയ്ക്ക് 3 വർഷത്തെ സാധാരണ പലിശ എന്ത് എന്നാണ് ചോദ്യം. ഓക്കെ. ഇപ്പോൾ ഇത് ഓരോ വർഷത്തെ സാധാരണ പലിശയാണ് കാണാനുള്ളത്. ശ്രദ്ധിച്ചോണേ, സാധാരണ പലിശയാണ് കാണേണ്ടത്. ഓരോ വർഷത്തെ പലിശ കൊടുത്തിട്ടുണ്ട്. ഇത് കാണാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാ പലിശയും കൂടെ കൂട്ടുക. അതായത് ആദ്യത്തെ വർഷവും രണ്ടാമത്തെ വർഷവും മൂന്നാമത്തെ വർഷവും കൂടെ കൂട്ടുക. അതായത് 5%, അതുപോലെ തന്നെ 3%, അതുപോലെ തന്നെ 2%. ഓക്കെ. ഇപ്പോൾ എത്രയും നീട്ടി? 5, 3, 8, 8, 2, 10. ആകെ എത്ര? 10%. ഈ 10% എന്ത് ചെയ്യണം? ആകെ പലിശ എടുത്തതിന് ശേഷം ഒരു വർഷത്തെ പലിശ കണ്ടാൽ മതി. ഓക്കെ. എന്താണ്? ഒരു വർഷത്തെ പലിശ കണ്ടാൽ മതി. അപ്പോൾ നോക്കാം. നമ്മൾ ഒരു വർഷത്തെ പലിശ കാണാൻ നമുക്ക് ഇക്വേഷൻ I=PNR/100. I=PNR/100 ആണ് സാധാരണ പലിശ കാണാനുള്ള ഇക്വേഷൻ. നമുക്കറിയാം I=PNR/100. ഓക്കെ. അപ്പോൾ പി എത്രയാണ്? 25,000 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ്. എത്ര വർഷത്തേക്ക് കണ്ടാൽ മതി എന്ന് പറഞ്ഞു? ഒരു വർഷത്തേക്ക് കണ്ടാൽ മതി. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടെത്തി. എത്ര ശതമാനമാണ്? 10%. ഓക്കെ. 10% ഡിവൈഡഡ് ബൈ 100 ചെയ്യാം. 100 ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? 2 പോയി, ഈ 2 പോയി. 250 × 10 2500 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ. അടുത്ത 27ാമത്തെ ചോദ്യം. 50,000 രൂപ സാധാരണ പലിശ പ്രകാരം 2 വർഷം കൊണ്ട് 60,000 രൂപയായി. പലിശ നിരക്ക് എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ എത്ര വർഷം കൊണ്ട്? 2 വർഷം കൊണ്ട് 60,000 രൂപ. അപ്പോൾ നമുക്ക് പലിശ കാണാമല്ലോ. 2 വർഷത്തെ പലിശ എങ്ങനെ കാണേണ്ടത്? 2 വർഷത്തെ പലിശ കാണാൻ എന്ത് ചെയ്യണം? 60,000 മൈനസ് 50,000 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 വർഷത്തെ പലിശ നമുക്ക് കിട്ടും. 60,000 മൈനസ് 50,000 ചെയ്യുമ്പോൾ 2 വർഷത്തെ പലിശ കിട്ടും. ഓക്കെ. അപ്പോൾ എത്രയാണ് കൂടിയത്? 10,000 ആണ് കൂടിയത്. അപ്പോൾ 2 വർഷത്തെ പലിശ എത്രയാണ്? 10,000 രൂപ. ഓക്കെ. അപ്പോൾ ഒരു വർഷത്തെ പലിശ ആണ് എന്ത് ചെയ്യണം? 10,000 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ ഒരു വർഷത്തെ പലിശ കിട്ടും. അപ്പോൾ എത്രയും നേട്ടം? 5,000 എന്ന ഒരു വർഷത്തെ പലിശ കിട്ടും. ഓക്കെ. പിന്നെ എന്ത് ചെയ്യുക? 5,000 എന്ന പലിശ കിട്ടി. ഇനി എന്ത് ചെയ്യുക? 50,000-ന് 5,000 രൂപ എത്ര ശതമാനം പലിശയാണെന്ന് നോക്കാം. 50,000 രൂപയ്ക്ക് 5,000 രൂപ എത്ര ശതമാനം പലിശ? പലിശ കാണാൻ നമ്മൾ 100 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. 50,000 രൂപയ്ക്ക് 5,000 രൂപ എത്ര ശതമാനം പലിശ? പലിശയാണ് എന്ത് ചെയ്യണം? 100 കൊണ്ട് ഗുണിക്കുക. 100 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര നേട്ടം? ഈ 2 പോയി, ഈ 2 പോയി, ഈ 0 പോയി, ഈ 0 പോയി, ഈ 0 പോയി, ഈ 0 പോയി. 5 കൊണ്ട് പോകുമ്പോൾ 5 ഒരു പ്രാവശ്യം. അപ്പോൾ 10 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ എത്ര നീട്ടി? 10% എന്ന് കിട്ടി. ഓപ്ഷൻ എ ആണ് ഉത്തരം. 10% പലിശ. ക്ലിയർ? അടുത്ത 28ാമത്തെ ചോദ്യം നോക്കാം. 28ാമത്തെ ചോദ്യം. ഒരു തുക സാധാരണ പലിശ പ്രകാരം 5 വർഷം കൊണ്ട് ഇരട്ടിയായി. അത് മുടക്കുമുതലിൻ്റെ 10 ഇരട്ടി ആവാൻ എത്ര വർഷം വേണം എന്നാണ് ചോദ്യം. ഓക്കെ. അപ്പോൾ ഒരു തുക സാധാരണ പലിശ ക്രമത്തിൽ X വർഷം കൊണ്ട്, എത്ര വർഷം ആയിക്കോട്ടെ, ഇതിപ്പോൾ 5 വർഷമാണെങ്കിൽ 5 വർഷം കൊണ്ട് ഇരട്ടിയായെങ്കിൽ അത് മുതൽ മുടക്കിൻ്റെ എത്ര വർഷം? N വർഷം കൊണ്ട് എന്താണ് ഇരട്ടിയാകാൻ? മുടക്ക് മുതലിൻ്റെ N വർഷം കൊണ്ട് ഇരട്ടിയാവാൻ എത്ര വർഷം വേണമെന്ന് ചോദിച്ചാൽ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കുക. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്നത് എത്രയാണോ ഇരട്ടിയാവാനെന്ന് ചോദിച്ചിരിക്കുന്നത് അത് -1, അതായത് N-1 ഇൻറ്റു എക്സ്. എത്ര വർഷത്തേക്കാണോ? 5 വർഷത്തേക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 5 എന്ന് എടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം N എത്രയെന്ന് പറഞ്ഞാൽ 10 -1 ഇൻറ്റു എത്ര വർഷത്തേക്കാണ്? 5 വർഷത്തേക്കാണ്. അപ്പോൾ 10 - 1 എത്രയാണ്? 9 ഇൻറ്റു 5 9 5 45 എന്ന് കിട്ടും. ഓപ്ഷൻ
സി ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ എത്ര വർഷം വേണം? 45 വർഷം വേണം. അടുത്ത 29ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഒരാളൊരു തുക 10% സാധാരണ പലിശ നിരക്ക് നിക്ഷേപിച്ചാൽ എത്ര വർഷം കൊണ്ട് ഇരട്ടിയാകുമെന്നാണ് ചോദ്യം. ഓക്കെ, നമ്മൾ നേരത്തെ എന്താണ് ചെയ്തിട്ടുണ്ട്? 10% സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ചാൽ എത്ര വർഷം കൊണ്ട് ഇരട്ടിയാകുന്ന നമ്മൾ നേരത്തെ ചെയ്തത് എത്രയാണ്? എത്ര ശതമാനം പലിശ കിട്ടുമെന്നാണ് നേരത്തെ ചെയ്തത്. എവിടെ എന്താണ് വന്നേക്കുന്നത്? നമുക്ക് പലിശ തന്നിട്ടുണ്ട്, എത്ര വർഷമാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് ഇരട്ടിയാകുമെന്നാണെങ്കിൽ നമ്മൾ എത്രയെന്ന് എടുത്തു? 100 എടുക്കുമെന്ന് പറഞ്ഞു. ഇരട്ടിയാണെങ്കിൽ 100 എടുക്കുമെന്ന് പറഞ്ഞു. ഒന്ന് കുറച്ചെടുക്കും. 100 ഡിവൈഡ് ബൈ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന പലിശ അങ്ങ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടും? 10 എന്ന് കിട്ടും. അപ്പോൾ എത്ര വർഷം കൊണ്ടാണ്? 10 വർഷം കൊണ്ടാണ് ഇരട്ടിയാകുന്നത്. ക്ലിയർ ആണോ? ഇപ്പോൾ ഇത് ഇരട്ടി 3 ഇരട്ടിയാണെങ്കിൽ എത്ര എടുക്കണമെന്ന് പറഞ്ഞു? 200 എടുക്കണം. 200 എടുത്തിട്ട് എവിടെ പലിശയാണ് തന്നിരിക്കുന്നത്? പലിശ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പലിശ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 20% എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ 4 ഇരട്ടി എന്നാണെങ്കിൽ 300 എടുക്കുക. 300 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 300നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്രയെന്ന് കിട്ടും? 30 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓർത്ത് വെച്ചോളാം. അടുത്ത 30ാമത്തെ ചോദ്യം. ഒരു തുക സാധാരണ പലിശ പ്രകാരം 40 വർഷം കൊണ്ട് മുതൽ മുടക്കിൻ്റെ 9 ഇരട്ടിയായെങ്കിൽ പലിശ നിരക്ക് എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യമാണ്. ഇതിപ്പോൾ തന്നിരിക്കുന്ന വർഷമാണ്. 40 വർഷം കൊണ്ട് മുതൽ മുടക്കിൻ്റെ 9 ഇരട്ടിയായെങ്കിൽ പലിശ നിരക്ക് എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ 9 ഇരട്ടിയാണെങ്കിൽ എത്ര എടുക്കണം? 800 എടുക്കണം. ഓക്കെ, 900 എടുക്കരുത്, 800 എടുക്കണം. 800 ഡിവൈഡഡ് ബൈ എത്രയെന്ന് എടുക്കണം? 40 വർഷം കൊണ്ട് 40 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 40 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടും? 4 8 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം 20% എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ക്ലിയർ ആണോ? അപ്പോൾ 30 ചോദ്യങ്ങളായിട്ടുണ്ട്. എത്ര മാർക്ക് ലഭിച്ചു എന്ന് അതൊന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ടോപ്പിക് കൂടെ നോക്കാം. 19ാമത്തെ അടുത്ത ടോപ്പിക്ക് 17ാമത്തെ ക്ലാസ്സിൽ വരുന്നത് അതിന് കൂട്ടുപലിശ എന്ന ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ, ഡിഗ്രി ഓഫ് കമ്പാരിസൺ എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ, മലയാള ഭാഗത്തു നിന്ന് ചിഹ്നങ്ങൾ എന്ന ഭാഗം. അടുത്ത കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട PK ചാത്തൻ മാസ്റ്റർ, കാരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, KP കേശവ മേനോൻ, MC ജോസഫ്, സയൻസ് മേഖലയിൽ നിന്ന് സസ്യശാസ്ത്രം എന്ന മേഖലയിൽ നിന്ന് കറണ്ട് അഫയേഴ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പരമാവധി ക്ലാസ് ഒരു ദിവസം ഇരുന്ന് പഠിക്കുക. പഠിച്ചതിന് ശേഷം ക്ലാസ്സുകൾ ടോപ്പിക്കുകൾ അറ്റൻഡ് ചെയ്തിട്ട് എക്സാം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചായിരിക്കണം കൂടുതൽ ക്ലാസ് ചെയ്യാനുള്ള എൻ്റെ പ്രചോദനം എന്ന് പറയുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.